തന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്ര നേതൃത്വത്തിന് അയച്ചത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമല്ല എന്ന് കെ സുധാകരൻ. ഇക്കാര്യത്തിൽ വസ്തുത തേടി DGPക്കും ഹൈക്കമാൻഡിനും പരാതി നൽകുമെന്നും കെ സുധാകരൻ 24നോട് പറഞ്ഞു. കത്ത് വ്യാജമാണ് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. പ്രസ്താവന ഇറക്കിയിരിക്കുന്ന DGPക്ക് പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. അത് കത്ത് ഒറിജിനൽ ആണ് എന്നാണ് നമ്മളൊരു പക്ഷം. ഓക്കെ, നമ്മളത് അന്വേഷിക്കാൻ വേണ്ടി നാളെ നമ്മൾ പെറ്റീഷനായിട്ട് കൊടുക്കും. ഒരുപാട് DGPക്ക് കൊടുക്കും. എന്താണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്? പരാതി എന്ന് പറഞ്ഞാൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം. യഥാർത്ഥത്തിലുള്ള കത്തല്ലേ അത്? അപ്പൊ യഥാർത്ഥത്തിലുള്ള കത്താണ്. കെ സുധാകരന് ജയസാധ്യതയില്ലെന്നും MP-മാരെ മത്സരിപ്പിക്കരുതെന്നും സണ്ണി ജോസഫ് AICCയോട് ആവശ്യപ്പെട്ട തരത്തിലാണ് കത്ത് പ്രചരിച്ചത്. കത്ത് വ്യാജമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോടും ചെയ്യുന്നു. DD, ഇത്തരത്തിലൊരു കത്ത് വന്നു, പാളയത്തിലെ പോര് തീർന്നില്ല, കത്ത് വ്യാജമെന്ന് KPCC അധ്യക്ഷനടക്കം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് കെ സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ സുധാകരന് കുറച്ച് ബോധ്യമുണ്ട്. ഈ പറഞ്ഞ സണ്ണി ജോസഫും VD സതീശനും തനിക്ക് വിജയസാധ്യതയില്ലെന്ന് പറയാനും തന്നെ മത്സരിപ്പിക്കുന്നെന്നും പറയാനും സാധ്യതയുണ്ടെന്ന് അങ്ങനെ തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? സുഹൈൽ, അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ കത്ത് പ്രത്യക്ഷപ്പെട്ടത് UDF കേരളം എന്ന് പറയുന്ന FB പേജിലാണ്. കേരളം ജയിക്കും, UDF നയിക്കും എന്നുള്ളതാണ് ആ FB പേജിൻ്റെ തന്നെ കവർ ഫോട്ടോ, കവർ പോസ്റ്റർ അതാണ്. അപ്പോൾ ഈ FBയിൽ ഈ കത്ത് വന്നുവെങ്കിലും ഇത് വിശ്വാസയോഗ്യമല്ലെന്നാണ് നമ്മളും ആദ്യം കരുതിയത്. KPCC പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഈ കത്ത് വ്യാജമാണെന്ന്. ഇതിനുശേഷം കെ സുധാകരൻ്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചു. ആ പ്രതികരണത്തിലാണ് ഞെട്ടിക്കുന്ന വിധത്തിൽ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വെളിപ്പെടുത്തുന്നത്. കത്ത് വ്യാജമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ പേരിലും KPCC പ്രസിഡന്റിൻ്റെ പേരിലും പ്രചരിപ്പിക്കപ്പെട്ട കത്തുകൾ വ്യാജമല്ല എന്നാണ് പറയുന്നത്. ഞാനതിൽ എടുത്തു ചോദിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് കത്ത് വ്യാജമാണെന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു, അദ്ദേഹം പരാതി നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ കെ സുധാകരൻ്റെ മറുപടി കത്ത് വ്യാജമല്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കത്തിന് പുറകിൽ ഒരു ചതിയുണ്ട്. ആ ചതി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിനെ നേരത്തെ തന്നെ അദ്ദേഹം അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞതാണ്, അദ്ദേഹം കണ്ണൂർ തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്നാൽ പാർട്ടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിന് പുറകിൽ ഗ്രൂപ്പ് കളിയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തുടരും, കോൺഗ്രസിൽ തന്നെ തുടരും. 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മളോടുള്ള പ്രതികരണത്തിൽ നിർണായകമാണ്. എന്തോ മൂടി വയ്ക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കത്ത് വ്യാജമല്ല, നാളെ തന്നെ DGPക്ക് പരാതി നൽകും, ഹൈക്കമാൻഡിനും പരാതി നൽകും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സുഹൈൽ പറഞ്ഞതുപോലെ ഈ കത്ത് വ്യാജമാണ് എന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നില്ല. മാത്രവുമല്ല, കെ സുധാകരന് ഈ കത്തിൽ ബലമായ സംശയമുണ്ട്, ഒരു ചതിപ്രയോഗമുണ്ട് എന്നുള്ള പദമാണ് കെ സുധാകരൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ KPCC വ്യാജം എന്ന് പ്രസ്താവന ഇറക്കിയ കത്ത് നിർണായകമാകുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ ഈ ഘട്ടത്തിൽ. സുഹൈൽ, ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ MP-മാർ മത്സരിക്കേണ്ടെന്ന ഒരു പൊതുനിലപാട് AICC തീരുമാനമെടുക്കുന്നു. ഈ വിഷയത്തിൽ ചിലപ്പോൾ കേരള ഘടകത്തോട് അഭിപ്രായം തേടിക്കാണും. അങ്ങനെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞും കാണും. അത് മറച്ചു വെച്ചതു എന്നുള്ളതായിരിക്കില്ലേ സുധാകരനെ ചൊടിപ്പിച്ചത്? അതിനപ്പുറത്തേക്ക് ഏതാണ്ട് കരുനയിപ്പിച്ചാണ് കണ്ണൂരിലും പേരാവൂരിലും അടക്കം പ്രചാരണത്തിന് സുധാകരനെ എത്തിച്ചത്. ഇനി അങ്ങോട്ട് നാളെ അടക്കം സുധാകരൻ ഈ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ? തന്നെ കാലുവെട്ടിയെന്ന രീതിയിൽ ഈ ആരോപണം പാർട്ടി ഘടകത്തിലടക്കം നാളെ ഉയർത്താനും സാധ്യതയുണ്ടോ? 2 കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന്, ഈ കത്ത് പുറത്തു വന്നതിൽ, കത്ത് വ്യാജമാണ് എന്ന് KPCC പറയുമ്പോഴും സുധാകരൻ അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ കത്ത് പുറത്തു വന്നത് അദ്ദേഹത്തെ ഒരു അപമാനിക്കലായാണ് അദ്ദേഹം കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലൊരു ചതിയുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കത്ത് പുറത്തു വരുമ്പോൾ സുധാകരൻ അപ്രസക്തനാകുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നീക്കം പാർട്ടിക്കകത്ത് നടന്നിരുന്നു, ചില നേതാക്കൾ തനിക്കെതിരെ നീങ്ങിയിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ അടക്കം പറച്ചിൽ നടത്തിയതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ 24-ന് തന്നെ നേരത്തെ ഞാനെടുത്ത ആൻസർ പ്ലീസ് അഭിമുഖത്തിൽ തന്നെ
അദ്ദേഹം പറയുന്നുണ്ട് എനിക്കെതിരെ ചില കളികൾ നടന്നു എന്ന് കരുതുന്നു. പക്ഷേ ഞാൻ പാർട്ടിയോടൊപ്പം, അതായത് കെ സുധാകരൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, പൂർണ്ണമായും പാർട്ടി നിലപാടിൽ നിൽക്കുമെന്നുള്ളതാണ്. അദ്ദേഹം അടിയുറച്ച് കോൺഗ്രസ്സുകാരനായി നിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ കത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കുറച്ചുകൂടി കടുത്ത നിലപാടിലാണ്. അതായത് തനിക്കെതിരെ കൃത്യമായി നേതാക്കൾ നിലപാടെടുത്തു, ഖാർഗെയ്ക്ക് കത്തയച്ചു എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യത്തിൽ സുഹൈൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ കത്ത് വ്യാജമല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കത്ത് അയച്ചു എന്നതിനേക്കാൾ അമർഷം കത്ത് പുറത്തു വന്നു എന്നുള്ളതിനാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നില്ല. മാത്രമല്ല ചില മറ്റ് എം പിമാരും ആവശ്യപ്പെട്ടിരുന്നു, അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു, MK രാഘവൻ എലത്തൂരിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ എന്നാൽ എം പിമാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനം ഖാർഗെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത് എന്നുള്ളതൊക്കെ പുറത്തു വന്ന വിവരമാണ്. പക്ഷേ എന്നാൽ അത്തരമൊരു തീരുമാനം എടുത്തതിന് ശേഷവും അദ്ദേഹം അനുനയിച്ചു. കെ സുധാകരൻ സണ്ണി ജോസഫിന്റെ പ്രചരണത്തിനുൾപ്പെടെ പോവുകയും ചെയ്തു. അദ്ദേഹം ഇന്നും പ്രചരണ പരിപാടിയിൽ സജീവമായിരുന്നു. പക്ഷേ എന്നാൽ ഇങ്ങനെയൊരു നീക്കം ഇതിന് പുറകിലുണ്ട് എന്നുള്ളതും അതിനുശേഷം ആ കത്ത് പുറത്തു വരുന്നു. വ്യാജ കത്ത് എന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം, രാഷ്ട്രീയ മാനം വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളിലെ പുതിയ മാനവും പുതിയ തലവുമാണ് കെ സുധാകരൻ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാണ്. സുഹൈൽ, ഇനി ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. അത്ര നിഷ്കളങ്കമായി ഈ കൊട്ടിക്കലാശത്തിനടക്കം മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ ഒരു കത്ത് പുറത്തു വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട്? കത്തിന്റെ ആധികാരികത ഒരു വശത്ത് നിൽക്കട്ടെ, ഈ കത്ത് ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനാണ് തിരിച്ചടി, UDFന്റെ ഐക്യത്തിന് കോട്ടം എന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുക. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് സണ്ണി ജോസഫ് അടക്കമുള്ളവർ? അല്ല, ഇതിൽ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, ഈ കൊട്ടിക്കലാശത്തിന് മുൻപാകെ ഈ കത്ത് പുറത്തു വരുമ്പോൾ അതിന് ഉള്ളിൽ എന്തോ ഒരു കളിയുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ ഇതൊരു ഫേക്ക് ലെറ്റർ എന്നാണ് വിശ്വസിച്ചത്. നമ്മൾ ഉൾപ്പെടെ അങ്ങനെയാണ് കണ്ടത്. കാരണം KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന വരുന്നു. മാത്രവുമല്ല UDFന്റെ പേരിലുള്ള പേജാണ്, UDF കേരള എന്ന പേജാണ്. ആ പേജിൽ ഉടനീളം UDFന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ മാത്രമാണ്. അതിലാണ് 2 കത്തുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ഫേക്ക് നീക്കമാണോ, അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ സംശയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 24 ആ വാർത്ത കൊടുക്കാതിരുന്നതും. നമ്മൾ ഉത്തമമായ മാധ്യമ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ആ വാർത്ത അന്നേരം കൊടുക്കാതിരുന്നത്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് കെ സുധാകരൻ തന്നെ ഒരു പ്രസ്താവന 24-ൽ നടത്തുന്നു, കത്ത് വ്യാജമല്ല എന്ന്. അപ്പോൾ അതിൽ ഒരു ഗൂഢാലോചന മണക്കുന്നു. മാത്രമല്ല ഈ കത്ത് വ്യാജമാണെങ്കിൽ ഈ സമയത്ത് ഈ കത്ത് പുറത്തുവിടുന്നതിന് പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. മറ്റൊന്ന്, കെ സുധാകരനാണെങ്കിൽ ഈ കത്ത് വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു കത്ത് അയച്ചു എന്നും അതിലൊരു ചതിയുണ്ട് എന്നും അതിപ്പോൾ പുറത്തുവിട്ടതിന് പുറകിൽ ചതിയുണ്ട്. മാത്രമല്ല ഇത് മൂടിവെക്കാൻ, ഇങ്ങനെയൊരു കത്തുണ്ട് എന്ന കാര്യം മൂടിവെക്കാൻ നീക്കം നടക്കുന്നു എന്നുകൂടി സുധാകരൻ പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാനം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഈ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെയൊരു കത്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാം സംശയിച്ചത് ഇതൊരു വ്യാജ സൃഷ്ടിയാണ് എന്നു തന്നെയാണ്. പക്ഷേ എന്നാൽ കെ സുധാകരൻ, അതായത് ഇതിലെ പ്രധാന സ്റ്റേക്ക് ഹോൾഡറാണ് പറയുന്നത് ഇത് വ്യാജ കത്തല്ല എന്നും കത്തിന് പുറകിൽ ഒരു ചതിയുണ്ട് എന്നും മൂടിവെക്കാൻ ശ്രമമുണ്ടെന്നും ഹൈക്കമാൻഡിന് പരാതി നൽകും, DGPക്ക് പരാതി നൽകും എന്നും പറയുമ്പോൾ അത് കൊട്ടിക്കലാശത്തിനിടയിലുള്ള ഒരു ബോംബായി തന്നെ കാണേണ്ടി വരും. സുഹൈൽ, ഓക്കെ ഡിഡി, ഏതായാലും കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. തന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്ര നേതൃത്വത്തിന് അയച്ചത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന കത്ത് അത് വ്യാജമല്ല എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.